വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിൻ്റെ ആദ്യ ഷെഡ്യൂൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അതായത് ഉപ്പുമുളകും സീസൺ 3 സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഷെഡ്യൂൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട്. ഒരു മാസത്തിൽ ഓൾമോസ്റ്റ് 20-22 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളായിരിക്കും ഉപ്പുമുളകിൻ്റെ. ഇത് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടാകും ഒരു മാസത്തിൽ. ബാക്കി ഒരു 10 ദിവസം തന്നെയായിരിക്കും ലീവ് ഉണ്ടാവുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള 20 ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം ഉപ്പുമുളകും ഇപ്പോൾ ലീവ് ആയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടാണ് ഉപ്പുമുളകിൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓൾമോസ്റ്റ് ഒരു 20 എപ്പിസോഡോളമായി ഫസ്റ്റ് ഷെഡ്യൂൾ അവസാനിക്കുകയും ചെയ്തു. ഇനി പുതിയ ഷെഡ്യൂൾ തുടങ്ങാൻ കുറച്ചൊരു ചെറിയ ഗ്യാപ്പിനുള്ളിൽ പുതിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഗ്യാപ്പും കൂടിയാണത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ 15-16 എപ്പിസോഡിനുള്ള ഓഡിയൻസിൻ്റെ റെസ്പോൺസ് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ടീമിന് ലഭിച്ചിട്ടുണ്ടാവും. ആരുടെ റീ എൻട്രിയൊക്കെയാണ് ഉപ്പുമുളകും ഫാൻസ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് മാതിരിയുള്ള പ്ലാനൊന്നും ഈ ഫസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവത്തില്ല. ഈ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസത്തെ ഈ ഒരു ഷെഡ്യൂൾ ബ്രേക്കിൻ്റെ ഇടയ്ക്കായിരിക്കും ഇവരിന് അടുത്ത ഷെഡ്യൂൾ ആരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം, ആരുടെ റീ എൻട്രിയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇവർ ഡീറ്റെയിൽഡായിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് പോലെയുള്ള മൂക്ക് എടുക്കാൻ പോകുന്നത് ഈ ഒരു വരാൻ പോകുന്ന ഷെഡ്യൂളാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിലിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ആർട്ടിസ്റ്റുകൾ ഒരു ചേഞ്ച് തന്നെ വരാൻ പോകുന്നില്ല. പക്ഷേ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പല കഥാപാത്രങ്ങളും വരാൻ ഇനി അടുത്ത ഷെഡ്യൂളിൽ വളരെയധികം ചാൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിദ്ധു, നെയ്യാറ്റിൻകരത്തെ ഫാമിലി, നെയ്യാറ്റിൻകരയിലെ എപ്പിസോഡുകൾ ചിലപ്പോൾ അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നത് തന്നെ വേറെ വല്ല ലൊക്കേഷനിലാവാനും ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ മേജറായിട്ട് കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നൊരു കാര്യം, ദിയ, റാംകുമാർ, ഹൈമോദി ഈ 3 കഥാപാത്രങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ എന്ന്. അതിൽ റാംകുമാർ, ഹൈമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോം എന്നൊരു പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടി കൂട്ടിച്ചേർത്തിക്കൊണ്ടായിരുന്നു പല ഓഡിയൻസും ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇവർ വരാൻ ഉപ്പുമുളകിലോട്ട് ചാൻസ് ഉണ്ടോ എന്ന രീതിക്ക്. തൽക്കാലം അവർ വരാൻ യാതൊരു ചാൻസും തന്നെയില്ല. കാരണം അവരുടെ ലിങ്കുള്ള എല്ലാ സിറ്റുവേഷൻസ് ഉപ്പുമുളകിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് മുടിയനുമായിട്ട് ഡയറക്റ്റ് ലിങ്കുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ മുടിയൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെല്ലാവരെയും പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി ബാല് പറഞ്ഞതുപോലെ ഈ 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുടിയൻ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പോൾ റാംകുമാർ, ഹൈമോദി, ദിയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ മാക്സിമം ദിയ എന്തായാലും വരാൻ ചാൻസസ് ഉണ്ട്. ഏതായാലും ഇനി അടുത്ത് വരാൻ പോകുന്ന ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ആഴ്ചയായിരിക്കും. ഈ അടുത്ത ആഴ്ച ഈ ഒരു വലിയൊരു ഗ്യാപ്പിനകത്ത് ഇവർ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് അടുത്ത ഷെഡ്യൂളിൽ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ഫാൻസ് എല്ലാവരും. നിങ്ങളിപ്പോൾ മുളകിൽ ഇനി പുതിയതായിട്ട് ആരുടെ റീ എൻട്രിയാണ് എക്സ്പെക്ട് ചെയ്യുന്നതിൽ, പുതിയ ക്യാരക്ടേഴ്സിന് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.